ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. ഞാൻ എൻ്റെ ആൻസേഴ്സ് ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എൻ്റെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ടും ആൻസർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തുടങ്ങിയാലോ. കുറേ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദി ഡാൻസിങ് ഫീൽഡ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ എങ്ങനെയാണ് ഡാൻസിങ് ഫീൽഡിലേക്ക് വന്നത്? ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡാൻസിങ് ഫീൽഡിലേക്ക് വന്ന ഒരാളല്ല. കൊച്ചേ മുതൽ ട്രെയിൻഡ് ഡാൻസറാണ്. എങ്ങനെയാണ് ട്രെയിനിങ്ങിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കൊച്ചിലെ ഏത് പാട്ടിട്ടാലും കിടന്നിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അപ്പയും പറയും, അവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, അല്ലാതെ എനിക്ക് ഓർമ്മയില്ല. ഏത് പാട്ടിട്ടാലും ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര ഡാൻസാണ്. പക്ഷെ എൻ്റെ ഫാമിലിയിൽ ആരും ഡാൻസേഴ്സ് ഒന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മ, അപ്പ, അമ്മമ്മ ആരും കളിക്കൂല. പക്ഷെ അപ്പ പള്ളിയിൽ പാട്ടൊക്കെ പാടും. കീബോർഡ് ഒന്ന് വായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ അമ്മയ്ക്ക് പക്ഷേ ഉള്ളിൽ താളബോധം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് അമ്മയ്ക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഒരു നാട്ടിൻപുറത്തു നിന്നാണ് വരുന്നത്. അങ്ങനെ പക്ഷേ അപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസ് കളിക്കുന്നപ്പം ഇവിടെ ഡാൻസ് അമ്മയ്ക്ക് പറ്റാത്തത് അമ്മയുടെ മക്കളിലൂടെ സാധിക്കണമെന്ന ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ ഇങ്ങനെ ഏത് പാട്ടിട്ടാലും ഡാൻസും കളിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞിങ്ങനെ അവളെ ഡാൻസിന് ചേർത്താലോ എന്ന് ചോദിച്ചിട്ടാണ് വീട്ടിനടുത്ത് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലാസിക്കൽ എന്നെ പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ക്ലാസിക്കൽ പഠിച്ചാൽ എക്സ്പ്രഷൻ കൂടുതൽ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ക്ലാസിക്കലിനെ കൊണ്ട് ചേർത്തു. ഫസ്റ്റ് ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ റിഗാറ്റ ഡാൻസ് സ്കൂളിലാണ്. അത് കഴിഞ്ഞ് എൻ്റെ ക്ലാസിക്കൽ ഗുരു എന്ന് പറയുന്നത് ജിജി ടീച്ചറാണ്. ജിജി ടീച്ചറുടെ അടുത്ത് പോയിട്ടാണ് ക്ലാസിക്കൽ പഠിച്ചത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സൂപ്പർ ഡാൻസർ ജൂനിയർ ഫസ്റ്റ് ഡാൻസ് റിയാലിറ്റി ഷോ അമൃത TV-യിൽ ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ കുട്ടികൾക്ക് വേണ്ടി വരുന്നു എന്ന് കേട്ടപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ അതിന് അപ്ലൈ ചെയ്തു. പക്ഷെ കിട്ടുമെന്നൊന്നും ഒരു ഹോപ്പില്ലായിരുന്നു. അപ്ലൈ ചെയ്തപ്പോഴാണ് എൻ്റെ പൊന്നെ ട്രിവാൻഡ്രത്തു നിന്ന് മാത്രം 1000-ന് മേലെ ഓഡിഷൻ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇടിമോളെ നീ ചുമ്മാ കളിച്ചിട്ട് വാടിക്ക് തൊട്ട് പോയി കളിച്ചിട്ട് വന്നു. അപ്പോഴാണ് ഇങ്ങനെ കോൾ ഒന്ന് സെലക്റ്റഡ് ആണ് എന്നിട്ട് അങ്ങനെ അടുത്ത ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ 3ാമതൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 ഓഡിഷൻ എല്ലാം കഴിഞ്ഞ് ഫിനാലെ വരെ എത്തി. എന്നെ റിയാസ് മാസ്റ്റർ ആയിരുന്നു ആ ഷോ ഫുൾ പഠിപ്പിച്ചത് ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഫൈനലിസ്റ്റായി, 4th പ്രൈസ് കിട്ടി. പിന്നെ അങ്ങനെ കുറേ ഡാൻസ് റിയാലിറ്റി ഷോസ് ഡാൻസ് റിയാലിറ്റി ഷോസ് വഴിയാണ് ഞാൻ ഈ വെസ്റ്റേൺ സ്റ്റൈൽ പഠിച്ചത്. അല്ലാതെ തന്നെ ജോയ് എന്ന് പറഞ്ഞൊരു മാസ്റ്ററാണ്. പിന്നെ ഈ റിയാലിറ്റി ഷോ ഒക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ കുറേ ഒബ്വിയസ്ലി സ്കൂളിൽ ഡാൻസ് കോമ്പറ്റീഷൻസിനൊക്കെ പോകും, കലോത്സവം അങ്ങനെയൊക്കെ. അല്ലാതെ ഇവിടെ ട്രിവാൻഡ്രത്ത് കുറേ കോമ്പറ്റീഷൻസ് വരുമായിരുന്നു. അതായത് ശലഭമേള, പിന്നെ ചൈൽഡ് വെൽഫെയറിൻ്റെ കുറേ ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാത്തിനും പോയി പങ്കെടുക്കുമായിരുന്നു. എല്ലാത്തിനും എനിക്ക് പ്രൈസ് കിട്ടുമായിരുന്നു. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എപ്പോഴും പ്രൈസ് കിട്ടിയിരിക്കും. അപ്പം തൊട്ടേ. പക്ഷെ അപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കുന്നു, ഞാൻ കളിക്കുന്നു, അല്ലാതെ ഇതെങ്ങനെ വലിയൊരു പാഷൻ പോലെയൊന്നും അപ്പോൾ ഒന്നും മനസ്സിലില്ല. പക്ഷെ അമ്മ എന്നെ ഇങ്ങനെ കൊണ്ട് നടന്ന് ഓരോ റിയാലിറ്റി ഷോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ പാഷൻ. കാരണം ഇത് ഇഷ്ടപ്പെട്ടാണ് കളിക്കുന്നത്. എപ്പോൾ കളിച്ചിട്ട് ഇറങ്ങുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പ്രൈസിനുപരി ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ തെറ്റിച്ചാണ് കളിക്കുന്നതെങ്കിൽ അതേപോലെ സങ്കടം ഉണ്ടാവും. ഇനി കളിക്കാൻ അവസരമില്ലല്ലോ. ഒരിക്കലേ കളിക്കാൻ പറ്റൂ. പ്രോഗ്രാം ആണെങ്കിലും കോമ്പറ്റീഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരിക്കലല്ലേ പറ്റൂ. പിന്നെ ആ പ്രോഗ്രാം പിന്നെ കഴിഞ്ഞു. ഇപ്പം തെറ്റിച്ച് കഴിഞ്ഞു ഇനി ഒന്നും കൂടി എടുക്കാൻ പറ്റുമോ കളിക്കാൻ പറ്റുമോ എന്നുള്ള സങ്കടമാണ്. അതിന് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. മര്യാദയ്ക്ക് പ്രാക്ടീസ് അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ തെറ്റിച്ച് പണ്ടാരുള്ളത്. ഫേവറേറ്റ് മലയാളം ആക്ടർ? എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ. എനിക്ക് എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ മമ്മൂക്കയാണ്. കാരണം ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 2-3 സിനിമ ചെയ്തിട്ടുണ്ട് കേട്ടോ. പട്ടണാത്ഭുതം, ബാല്യകാലസഖിയാണ് ലാസ്റ്റ് ചെയ്തത്. പോക്കിരി രാജ, പിന്നെ ഏതായിരുന്നു, പ്രമാണി. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. പ്രമാണിയിലുണ്ടായിരുന്നു. അങ്ങനെ മമ്മൂക്കയുടെ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. ഡബിൾസ് എന്ന് പറഞ്ഞതിൽ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ മമ്മൂക്കേനെ എനിക്ക് എന്തോ പ്രത്യേക ഇഷ്ടമാണ്. ഒടുക്കത്തെ ഗ്ലാമറല്ലേ. പിന്നെ എനിക്ക് എല്ലാവരുടെയും അഭിനയം ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ
സിനിമ കാണുമ്പം അവരുടെ ആക്ടിങ് ആണ് ഞാൻ ഇങ്ങനെ ഇപ്പം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ലൈക്ക് അതായിരിക്കും ഞാൻ ഫുൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ നിന്നും എനിക്ക് എന്ത് ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഞാനത് കണ്ണാടി നോക്കി ഇനാക്ട് ചെയ്യും. അതിപ്പോൾ ഹീറോ ആവട്ടെ ഹീറോയിൻ ആവട്ടെ രണ്ടുപേരുടെയും ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചുമ്മാ ഇങ്ങനെ പണ്ടോട്ടുള്ള ശീലമാണ് കണ്ണാടി നോക്കി അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ചോദിച്ചിട്ട് പോകുമ്പോഴും അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗ്സൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഗൈസ്. എനിക്ക് ചൂടെടുക്കുന്നതോടെ ഞാൻ മുടി കെട്ടി വെക്കുവാണ്. ഓക്കെ, അടുത്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യുവർ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റർ. ഓക്കെ, ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ 5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ 96 ആണ്, 1996, അവൾ 2001. സോ 5 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്. കണ്ടാൽ പറയില്ലല്ലോ. കുറേ പേര് ചോദിക്കും നമ്മൾ ട്വിൻസ് ആണോ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ട്വിൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. സോ 5 ഇയേഴ്സ് ഡിഫറൻസ്. ദെൻ എബൌട്ട് ഡാൻസ്, അതിനെപ്പറ്റി എനിക്ക് എന്താ പറയുന്നത് മനസ്സിലായില്ല. എബൌട്ട് ഡാൻസ് എൻ്റെ ഞരമ്പിലൂടെ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഡാൻസ്. ഡാൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ഡാൻസ് ഡസൻറ്റ് ഹാവ് എനി ഏജ് ലിമിറ്റ്. കുഞ്ഞു വെച്ച് മുതൽ എത്ര പ്രായമായവർക്കും കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 60 വയസ്സായ ആൻറ്റിമാർ വരെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എനിക്കിങ്ങനെ ആഗ്രഹം ഡാൻസ് കളി. ഒത്തിരി പേര് പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി ചേച്ചിമാർ പഠിപ്പിക്കുന്നുണ്ട് 30, 40, 50 ഏജസിലുള്ള. അപ്പം അവരിങ്ങനെ പറയും ഭയങ്കര ആഗ്രഹമാണ് കളിക്കാൻ, പക്ഷേ ഈ പ്രായത്തിൽ കളിക്കാൻ പറ്റൂല എന്നൊരു തോന്നലാണെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് എന്നെ പോലത്തെ എൻ്റെ അടുത്തൊക്കെ വന്ന് ഡാൻസ് പഠിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ്, ഡാൻസ് ആരെ വേണമെങ്കിലും എനിക്ക് പഠിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. സോ ഡാൻസ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. പക്ഷേ താല്പര്യമില്ലാതെ വന്ന് പഠിക്കുകയാണെങ്കിൽ പറ്റില്ല. കുറച്ചെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഡാൻസ് പഠിക്കാൻ പറ്റും. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ എന്നെപ്പോലെ മടിയായിട്ടിരുന്നാൽ ചിലപ്പോൾ കുറച്ച് പെർഫെക്ഷനൊക്കെ കുറഞ്ഞെന്ന് വരും. സോ മടി പാടില്ല. മനസ്സിലായല്ലോ? അതാണ് എനിക്ക് പറയുന്നത്. എൻ്റെ അമ്മമ്മ ഈ ഡോർ ഇങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു. ഓക്കെ, അത് വിഷ്ണു ചേട്ടനെ എങ്ങനെയാണ് പരിചയം? ഓക്കെ, വിഷ്ണു ചേട്ടനെ എങ്ങനെയാണ് പരിചയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കോസ്റ്റ്യൂം ഷോപ്പാണ്, ഡാൻസ് കോസ്റ്റ്യൂംസ് റെൻറ്റിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ വിഷ്ണു ചേട്ടൻ ഇങ്ങനെ ഡാൻസ് കോസ്റ്റ്യൂംസ് എടുക്കാം. ചേട്ടന് എനിക്ക് ഡീഫോ ഡാൻസ് വഴി അറിയാവുന്നത്, അല്ലാതെ ചേട്ടൻ ഞാൻ പേഴ്സണലി അറിയാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ ഇവിടെ കോസ്റ്റ്യൂം എടുക്കാൻ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കോളേജിൽ ഞാൻ മാർബ സീരീസിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു സുന്ദരൻ ചെക്കൻ സൈഡിൽ ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഉണ്ട് വിഷ്ണു ചേട്ടൻ. വിഷ്ണു ചേട്ടൻ എന്നെ അറിയാം, പക്ഷേ അത് ബോയ്സ് ടീമായിരുന്നു. ബോയ്സ് ഓൺലി ആണ്, ഗേൾസിന് ചെയ്യാൻ പറ്റില്ല. ബോയ്സ് ഓൺലി ആയതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വിഷ്ണു ചേട്ടനെ പോയി കാണും, ഹായ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ വരും. അന്ന് ഞാനും ഡാൻസ് റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടൻ എന്നെ അറിയാം. പിന്നെ കോസ്റ്റ്യൂമൊക്കെ വരുന്നതുകൊണ്ട് അറിയാമായിരുന്നു. പക്ഷെ നമുക്ക് പേഴ്സണലി ഒരു പരിചയമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ വായി നോക്കിയിട്ട് പോകും. ഇപ്പം ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങളിങ്ങനെ പെയറായിട്ട് കളിക്കുമെന്ന് പോലും വിചാരിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിഷ്ണു ചേട്ടനെ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് കേരള ഡാൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് അമൃത TV-യിൽ ഞാനൊരു ഡാൻസ് റിയാലിറ്റി ഷോ ചെയ്തു. അതിൽ ഒരു ഔട്ട്സൈഡ് പെയർ റൗണ്ടിൽ ഞാനിങ്ങനെ വിഷ്ണു ചേട്ടനെ അപ്രോച്ച് ചെയ്തു, ചേട്ടാ കൊറിയോ ചെയ്യാമോ? അങ്ങനെ ചേട്ടൻ എനിക്ക് കൊറിയോ ചെയ്തു, എൻ്റെ കൂടെ കളിക്കുകയും ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ വെരി ഫസ്റ്റ് പെർഫോമൻസ് ടുഗെദർ. പിന്നെ അതിനുശേഷം ഞാൻ ചേട്ടൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഗ്രൂബി സ്റ്റുഡിയോയിലെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഡാൻസിങ് ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെ 7-8 മാസം ഒരുമിച്ച് ജേർണി. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഗ്രൂബീസിൽ. അങ്ങനെയാണ് ഞാൻ വിഷ്ണു ചേട്ടനെ പരിചയപ്പെട്ടത്. പിന്നെ ഇപ്പോൾ ലൈക്ക് ബ്രദർ സിസ്റ്റർ പോലെയാണ്. ഫേവറേറ്റ് ഡാൻസർ, എനിക്ക് ശോഭന മാം ഭയങ്കര ഇഷ്ടമാണ്. പ്രഭുദേവ മാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ഡാൻസർ എന്നതിനുപരി ആര് ഡാൻസ് കളിച്ചാലും ഇവൻ എൻ്റെ സ്റ്റുഡൻസ് കളിക്കുമ്പോൾ പോലും അവരിൽ എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആര് ചെയ്താലും അതിൽ നിന്നൊക്കെ നല്ലത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇപ്പം എന്ത് ചെയ്താലും നമ്മൾ പോയി കാണുമ്പോൾ എല്ലാം ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ എല്ലാവരിലും എന്തെങ്കിലും ഒരു യുണീക്ക് സാധനം ഉണ്ടാവും. സോ അത് ഞാൻ എടുക്കാൻ നോക്കും. ഇപ്പം ഞാൻ പണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഷംന കാസിം ചേച്ചിയുടെ എക്സ്പ്രഷൻസ് പൊള്ളിയാണ്. അപ്പോൾ ചേച്ചി ഓരോ പ്രോഗ്രാമിനും ചെയ്യുമ്പോഴും ചേച്ചിയുടെ എക്സ്പ്രഷനൊക്കെ ഞാൻ നോക്കി പഠിച്ച് കണ്ണാടി നോക്കി പഠിച്ച് അങ്ങനെ കുറേയൊക്കെ ഞാൻ എന്നിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ എനിക്ക് ഓരോരുത്തരിലും ഓരോ സംഭവങ്ങൾ യുണീക്കായിട്ടുണ്ടാവും. അതെടുത്ത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ ശോഭന മാം, പ്രഭുദേവ മാസ്റ്റർ രണ്ടുപേരും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആരാധനയോടെ നോക്കുന്ന രണ്ട് വ്യക്തികളാണ്. രണ്ടുപേരും എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ നിന്ന് അതെനിക്ക് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ആയിട്ട് ഞാൻ പറയാം. അടുത്തത് ഈശ്വർ റോൾ മോഡൽ. ഇത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. അമ്മ ആണ് ഞാൻ നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. കാരണം എത്രയൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും അമ്മ എങ്ങനെയെങ്കിലും ഒരു അത് പിടിച്ചു കയറാനൊരു മാർഗം, അല്ലെങ്കിൽ ഓക്കെ ഇവിടെ തോറ്റുപോയി, ഓക്കെ എനിക്ക് അടുത്ത വഴി തുറന്ന് കണ്ടുപിടിച്ച് അതിൽ കയറി വിജയിക്കും. സോ അതെങ്ങനെ അമ്മയ്ക്ക് ഇത് കണ്ടുപിടിക്കുന്നു എന്നാണ്. ഇപ്പം എന്താ പറയുക, പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്, അത് ഞാൻ വഴി ഓരോന്നായിട്ട് പറയാം. ലൈക്ക് അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. ബിക്കോസ് ഷീസ് എൻ അയൺ ലേഡി, അങ്ങനെ വേണം പറയാൻ. ഞങ്ങളുടെ ഫുൾ ഫാമിലിയിലെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അമ്മയാണ്. ഞങ്ങളുടെ വഴികാട്ടി എല്ലാം അമ്മ തന്നെയാണ്. സോ അമ്മയെ കണ്ടു പഠിച്ച് അമ്മേനെ പോലെ ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം. അമ്മ ഒരിക്കലും തളരില്ല, ആര് തളർത്താൻ നോക്കിയാലും വിജയിച്ചുകൊണ്ടിരിക്കും. സോ എനിക്കും അങ്ങനെ ആവാനാണ് താല്പര്യം. പ്ലാൻസ്, ഓക്കെ, മൈ ഫ്യൂച്ചർ പ്ലാൻസ്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് എൻ്റെ അനിയത്തി ഇപ്പോൾ BA ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുക. സോ ആക്ച്വലി ഞാൻ അവളുടെ ഡിഗ്രി കോഴ്സ് കഴിയാനായിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെ ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അതാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹവും. സോ അതെന്തായാലും ഞാൻ സാധിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. അതിനാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അബൌട്ട് അൻഷിത ചേച്ചി. അൻഷീനെ പറ്റി എന്താ പറയണ്ടേ? അൻഷി നമ്മൾ നല്ല കമ്പനിയാണ്. എന്താ പറയുക, എങ്ങനെ കമ്പനി ആവാതിരിക്കും? 3 വർഷം ഒരുമിച്ച് കൂടെയോടെ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്ത്, അതും വില്ലത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അൻഷിക്കെതിരെ ഞാൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ. അപ്പോൾ അൻഷി ആയിട്ടാണല്ലോ എനിക്ക് ഫുൾ കോമ്പിനേഷൻസ് മൊത്തവും അൻഷി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ലുലു മോളിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണും. അൻഷിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടാണ് അൻഷിയായിട്ട്. ഓക്കെ, ഇതിങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ ഒറ്റ ആക്കിയതാണ്. എഡ്യൂക്കേഷൻ, ഡ്രീം, ഏജ്. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളൊക്കെ പഠിച്ചത് ഇവിടെ ട്രിവാൻഡ്രം ക്രൈസ്റ്റ് വെള്ളയമ്പലത്താണ്, ICCയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജ് വന്നിട്ട് മാർ ബസീലിയസ് എഞ്ചിനീയറിംഗ് BTech ആണ്. എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് 4 വർഷം മാർ ബസീലിയസ്. അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ, BTech. പിന്നെ എനിക്ക് ഏജ് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കിപ്പോൾ 27 വയസ്സായി. ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് സ്വന്തമായിട്ട് ഡാൻസ് ക്ലാസ് ഒക്കെ ഇട്ട് കുറേ ബ്രാഞ്ചസ് ഒക്കെ ഇട്ട് ഇങ്ങനെ എനിക്ക് പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ ഡ്രീംസ് ഇഷ്ടംപോലെ എനിക്ക് വിരലിലെണ്ണാൻ പറ്റാത്ത. എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കണം. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കൊരു ഒരു ഡാൻസ് പാട്ട് സായി പല്ലവിനെ പോലെ ഒരു ഡാൻസ് പാട്ടൊക്കെ ഉള്ളൊരു സിനിമ ചെയ്യണം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. അങ്ങനെ പിന്നെ എനിക്ക് സീരിയലിൽ ഹീറോയിനായിട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് സിനിമയിൽ ഹീറോയിനായിട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് മമ്മൂക്കയുടെ മോളായിട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ദുൽഖർ സൽമാൻ്റെ നായികയായിട്ട് അഭിനയിക്കണമെന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റുമോ? എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കടൽ പോലെയുണ്ട്. പിന്നെ എനിക്ക് ഒരു വലിയ ആഗ്രഹം എന്താ പറയുക, ആഗ്രഹമല്ല, ഡ്രീമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് ഉടുപ്പ് എന്ന് വെച്ചാൽ പ്രാന്താണ്. സോ എനിക്കൊരു വീട് ഫുൾ ഉടുപ്പ് വേണം. എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസം എൻ്റെ ചിട്ടി റോബോട്ട് സിനിമയിലില്ലേ, ഓരോ ദിവസം ഓരോ ഉടുപ്പ് ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിട്ട്, അതുപോലെ എനിക്ക് ഓരോ ദിവസം ഓരോ ഉടുപ്പ് ഓരോ കമ്മൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട്. ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ, വളരെ ചെറുത്. ഓക്കെ, എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൗ ഡു യു ബാലൻസ് ഡാൻസിങ് ആൻഡ് ഓൾ അതർ പാർട്സ് ഓഫ് യുവർ ലൈഫ്? ഓക്കെ, കൊച്ചിലെ എങ്ങനെയായിരുന്നെന്നറിയോ? ഞാൻ ICC സ്കൂളിലും കൂടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്യുമ്പം പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകണം, ഡാൻസും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കും. ഞാനവിടെ ഡാൻസ് കളിച്ചിട്ട് ബ്രേക്കിൻ്റെ സമയത്ത് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, പഠിച്ചുകൊണ്ടിരിക്കണം. അമ്മ എനിക്ക് ബുക്ക് എടുത്തരും, ഞാൻ പഠിക്കും. സോ അങ്ങനെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കലല്ല, എനിക്കും ആഗ്രഹമുണ്ട്. എനിക്ക് പഠിത്തവും ഡാൻസും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാനിരുന്ന് സൈഡിലിരുന്ന് പഠിക്കും. അപ്പോൾ ഞാൻ ആ സമയം കളയാതെ പഠിക്കും. പിന്നെ ഞാൻ വെളുപ്പിന് എണീറ്റ് ട്യൂഷന് പോകും. മാത്സിനൊക്കെ ഞാൻ വെളുപ്പിന് ട്യൂഷന് പോയിട്ടായിരിക്കും ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് വരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു സ്കൂൾ സമയത്ത്. പിന്നെ കോളേജ് സമയത്തെന്ന് പറയാൻ കോളേജിൽ കലോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ കലോത്സവവും പിന്നെ കോളേജ് പ്രോഗ്രാമും മാത്രമേ ഉണ്ടായിരുന്നു. അല്ലാതെ ഔട്ട്സൈഡ് മീഡിയ പ്രോഗ്രാംസ് ഒന്നും ഞാൻ കോളേജ് സമയത്ത് 4 വർഷം ഫുള്ളി ഇൻറ്റു കോളേജായിരുന്നു. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊരാഗ്രഹം. സോ ആ 4 വർഷം ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ
ഇതന്നെയാണല്ലോ എൻ്റെ കരിയർ. ഡാൻസാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കരിയർ. സോ ഡാൻസും ആക്ടിങ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾക്ക് 2 ബിസിനസ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡാൻസ് കോസ്റ്റ്യൂംസ് റെൻ്റൽ ഷോപ്പുണ്ട്. ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്. അവിടെ പോയി നോക്കും, ബിസിനസ് നോക്കും. പിന്നെ ഇടയ്ക്ക് റീൽസ് എടുക്കും. ഷോസ് ഒന്നും ഇല്ലാത്ത സമയത്ത് വെളുപ്പിനെയും പോയി റീൽ എടുക്കും. അപ്പോൾ വെളുപ്പിനെ ആ കാര്യം കഴിയും. പിന്നെ എനിക്ക് ബാക്കി ഫുൾ ഡേ കിടപ്പുണ്ട്. സോ ബാക്കി ഫുൾ ഡേ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വൈകുന്നേരം ഡാൻസ് ക്ലാസ് എടുക്കും, വെളുപ്പിനെ പോയി ഷൂട്ട് ചെയ്യും. അതായത് ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ എറണാകുളത്തായിരിക്കും മിക്ക ഷൂട്ട്സും. സോ എറണാകുളത്ത് പോയി ഷൂട്ട് ചെയ്യും. ആ 2 ദിവസം ഫുള്ളി എനിക്ക് ഷൂട്ടായിരിക്കും. പിന്നെ ഡാൻസ് ഞാൻ സ്വന്തമായിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. സോ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും വേണമല്ലോ. ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് വേണം. സോ അങ്ങനെ എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകും. ഡാൻസിങ് സ്റ്റാർസിൽ ട്രോഫി കൂടാതെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നോ? നല്ല ചോദ്യം. ക്യാഷ് പ്രൈസ് സെപ്പറേറ്റ് ആയിട്ട് ഇല്ലായിരുന്നു, ട്രോഫി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയൊരു ട്രോഫിയാണ് കിട്ടിയത്. ക്യാഷ് പ്രൈസ് ഇല്ലായിരുന്നു, കാരണം ഞങ്ങൾ ഇതൊരു ആർട്ടിസ്റ്റിൻ്റെ ഷോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഡെയിലി പേയ്മെൻ്റ് ആയിരുന്നു. പേയ്മെൻറ്റ് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് നോർമലി റിയാലിറ്റി ഷോസിൽ എങ്ങനെയാണ് നമ്മൾ തന്നെ പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ ഓരോ റിയാലിറ്റി ഷോസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഷോ ആയതുകൊണ്ട് ട്രോഫി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പേയ്മെൻറ്റ് ഇല്ലായിരുന്നു, ക്യാഷ് പ്രൈസ് ഇല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശോഭന മാമിനെ നേരിൽ കണ്ടപ്പോൾ നയനയ്ക്ക് എന്താ പെട്ടെന്ന് തോന്നി? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ശോഭന മാമിനെ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ കൊച്ചിലെ എനിക്കൊരു ആങ്കറിങ്ങിന് എന്തോ ബെസ്റ്റ് ആങ്കറിങ് അല്ല, എന്തോ ഡാൻസിന് എന്തോ ഒരു ബെസ്റ്റ് അവാർഡ് എന്തോ കിട്ടി. അപ്പോൾ ശോഭന മാം ആയിരുന്നു അത് തന്നത് അവാർഡ്. അപ്പോൾ ഞാൻ അന്ന് ശോഭന മാമിനെ സ്റ്റേജ് വെച്ച് കണ്ടു. അങ്ങനെ ശോഭന മാം എനിക്ക് പ്രൈസൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ശോഭന മാമിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഞാൻ ശോഭന മാമിൻ്റെ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് ഫസ്റ്റ് മീറ്റപ്പ്. സെക്കൻഡ് ഞാൻ ശോഭന മാമിനെ കാണുന്നത് അമൃത TV വനിതാരത്നം എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ ഔട്ട്സൈഡ് പെയർ റൗണ്ടിൽ ഞാൻ ഒരു ചേച്ചീൻ്റെ കൂടെ, അനുജ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കൂടെ ഞാൻ പെയറായിട്ട് ചെയ്തപ്പോൾ അവിടെ ശോഭന മാമായിരുന്നു ജഡ്ജ്. അപ്പോൾ ഇങ്ങനെ അവിടെ ആങ്കറൊക്കെ പറഞ്ഞു, ഞങ്ങൾ കുട്ടി ശോഭന എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ ശോഭന മാം ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ കുട്ടി ശോഭനയാണോ ഇവിടെ നോക്കട്ടെ, ശരിയാണ്, എന്നെ പോലെ ഉണ്ടല്ലേ, ഞാൻ ചെറുതായി ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് അതിപ്പോഴും ഓർമ്മയുണ്ട് ശോഭന മാം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് ശോഭന മാം. 3 ഫോട്ടോ ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ 3 ഫോട്ടോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഖത്തറിലാണ് ശോഭന മാമിനെ കാണുന്നത്. ഖത്തറിൽ വെച്ചിട്ട് ശോഭന മാം, അതും എനിക്ക് ഖത്തറിൽ ഞാൻ അന്ന വിജു സാർ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു, ഞാൻ വിഷ്ണു ചേട്ടൻ, ഞങ്ങൾ 4 പേരുടെയും ഷോ ആയിരുന്നു. അതിൽ എനിക്ക് ട്രിബ്യൂട്ട് ശോഭന മാം എന്ന് പറഞ്ഞൊരു പെർഫോമൻസ് ഫസ്റ്റ് തന്നെ കിട്ടി. അപ്പോൾ ശോഭന മാമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഫുള്ളി ഇരുന്ന് കണ്ട ഒരു പെർഫോമൻസ് എൻ്റെ ആയിരുന്നു. അത് ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ കിട്ടി. എന്നിട്ട് ശോഭന മാം വണ്ടി പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന്, കളിച്ച കുട്ടി ഏതാണ്, അടിപൊളിയായിട്ട് ചെയ്തു, ശരി, ഷീ പെർഫോം റിയലി വെൽ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ശോഭന മാമും എനിക്ക് എന്തോ ശോഭന മാമിനായിട്ട് എന്തോ ഒരു മുൻജന്മ മുൻജന്മ ഇതുണ്ടെന്ന് തോന്നുന്നു, കണക്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ പിന്നെ ഞാൻ കൂടുതലും ശോഭന മാമിൻ്റെ റീൽസൊക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കാണുമ്പോൾ പറയുന്ന ബോഡി നേച്ചറൊക്കെ ശോഭനേനെ പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. വാട്ട്സ് യുവർ കോൺഫിഡൻസ് പിൽ? ഓക്കെ, എൻ്റെ കോൺഫിഡൻസ് പില്ല്, എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരും. ഞാൻ അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, എന്നെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ഇടുമ്പോൾ തന്നെ എനിക്ക് കംഫർട്ടബിൾ ആണ്, എനിക്ക് കാണാൻ ഒരു രസമുണ്ടെന്ന് കാണാൻ കൊള്ളാൻ തോന്നുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരും. പക്ഷേ അതെല്ലാം ഞാൻ പൊട്ട ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, എനിക്കന്ന് ഒരുമാതിരിയാണ് ഡ്രസ്സ് കൊള്ളില്ലല്ലോ, എനിക്ക് മൂഡ് ഓഫ് ആണ്. പിന്നെ എൻ്റെ ഡാൻസിങ് ക്ലാസ്സിലൊക്കെ എനിക്ക് എൻ്റെ എല്ലാ ഡാൻസിൻ്റെയും കോസ്റ്റ്യൂം ചെയ്ത് തന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഡിസൈൻ ചെയ്ത് തരുന്ന ഡ്രസ്സ് ഇടുമ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, എന്താണെന്നറിയില്ല. ഓക്കെ, അങ്ങനെ അതാണ് കോസ്റ്റ്യൂം, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പിന്നെ എൻ്റെ കോൺഫിഡൻസിൽ ഫുൾ ഓഫ് പോസിറ്റീവ് ആൾക്കാരാണ് കൂടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ആണ്.
നെഗറ്റിവിറ്റി വന്നാൽ തീർന്നു, കോൺഫിഡൻസ് പോയി, എല്ലാം പോയി, ഒന്നിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നെഗറ്റിവിറ്റി ആണ് ഫുള്ളെങ്കിൽ. ഇപ്പോൾ ഇരിക്കുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്യുന്ന സ്റ്റേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിന് പോകുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫുൾ നെഗറ്റീവാണ്, ഒരുമാതിരി ബിഹേവിയർ ആണെങ്കിൽ തീർന്നു, കോൺഫിഡൻസോടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഷൂട്ടിന് പോകുമ്പോൾ എനിക്ക് ചില ആഡ്സ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ അവരാണല്ലോ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഉടുപ്പാണ് തരുന്നെങ്കിൽ എനിക്കെന്തോ ഇറിറ്റേഷനാണ്. സോ ഡ്രസ്സ് എനിക്കൊരു മെയിൻ ഫാക്ടറാണ്. എബൌട്ട് യു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എബൌട്ട് യു നിങ്ങൾ കാണുന്നില്ലേ ഞാൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ വ്ളോഗിലൂടെ. ഞാനും വിഷ്ണു ചേട്ടനും കസിൻസ് ആണോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞു നേരത്തെ. വിച്ച് ഡാൻസ് ഡു യു ലൈക്ക് ദി മോസ്റ്റ്? അയ്യോ, ഞാൻ കളിക്കുന്ന എല്ലാ ഡാൻസും ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കളിക്കുന്നത്. എന്നാലും ഇപ്പം സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ എനിക്ക് കുറേ കളിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്റ്റേജ് പെർഫോമൻസസ് എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഞാൻ കൊച്ചിലെയും പോലെ 6ാം ക്ലാസ് തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ ഓരോ റിയാലിറ്റി ഷോയിൽ എൻ്റെ ഫേവറേറ്റ് പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ സൂപ്പർ ഡാൻസർ ജൂനിയറാണ് എൻ്റെ ഫസ്റ്റ് ഡാൻസ് റിയാലിറ്റി ഷോ. അതിലെനിക്ക് അതിൽ ഞാൻ കളിച്ച എല്ലാ ഡാൻസും എനിക്ക് ഇഷ്ടം. കാരണം ഞാൻ കൊച്ചുകുട്ടിയാണ് പഠിപ്പിക്കുന്നത്, കയറി കളിക്കുന്നു, അത്രേ ഉള്ളൂ. അതിലെല്ലാം ഇഷ്ടമായിരുന്നു. പിന്നെ KDL ഞാൻ കളിച്ചതിൽ വിഷ്ണു ചേട്ടൻ്റെ കൂടെ കളിച്ച ഇന്നും കൊഞ്ചം നേരം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ്. പിന്നെ DJDയിൽ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ഒരു ഷോ ചെയ്തിരുന്നു DJD. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പെർഫോമൻസ് ചെയ്തായിരുന്നു ഞാൻ ഒരെണ്ണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഡാൻസ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം. പിന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഹേ ശബ്ബ ഹേ ശബ്ബ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതും ഞാൻ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാം, സ്ക്രീൻഷോട്ട്. ഡാൻസിങ് സ്റ്റാർസിൽ ഞാൻ കളിച്ച എല്ലാം ഞാൻ മനസ്സറിഞ്ഞ് കളിച്ച, ഇഷ്ടപ്പെട്ട് കളിച്ചു. കാരണം വിഷ്ണു ചേട്ടനാണെങ്കിൽ അത്രയും പ്രാക്ടീസ് ചെയ്ത് പക്കയാക്കാതെ സ്റ്റേജിൽ കയറ്റില്ല. സോ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്റ്റേജിൽ കയറി ഭയങ്കര കോൺഫിഡൻസോടെ പാട്ടിടേണ്ട താമസം. പിന്നെ പാട്ടിടുന്നതിന് മുന്നേ വരെ എല്ലാ ഡാൻസേഴ്സിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു നെഞ്ചെടുപ്പ്, അയ്യോ ആ പാട്ടിന് ടക്ക് 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 അത് കേൾക്കുമ്പോൾ ഒരു നെഞ്ചെടുപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് പക്ക പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സീനില്ല. അതെല്ലാം പ്രാക്ടീസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും കളിക്കുമ്പോൾ. സോ പ്രാക്ടീസ് മേക്സ് എവരി വൺ പെർഫെക്റ്റ് എന്നല്ലേ. അടുത്ത, ഡാൻസർ ആവാനാണോ ആക്ട്രസ് ആവാനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഞാനിങ്ങനെ ഡാൻസർ ആവുന്നു ആക്ട്രസ് ആവുന്നു ഒന്നും വിചാരിച്ചിട്ടല്ലല്ലോ. നമ്മളിങ്ങനെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴാണ് ഇതാണ് എൻ്റെ പാത്ത് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സോ ഡാൻസർ ആവാനാണോ ആക്ട്രസ് ആവാനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയപ്പെടാൻ ഇഷ്ടം ഡാൻസർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ആക്ട്രസ് ആയാൽ പോലും ഡാൻസ് എനിക്കിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഡാൻസർ അല്ലേ, അവൻ ഡാൻസറാണെന്ന് പറഞ്ഞ് കേൾക്കാനാണ് എനിക്കൊരു ഒരു സന്തോഷം. പക്ഷേ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. എനിക്ക് ഭയങ്കര ഡാൻസിലൂടെ കിട്ടിയൊരു കഴിവാണ് ആക്ടിങ്. സോ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഡാൻസ് തന്നെയാണ്. പക്ഷേ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ സീരിയലൊക്കെ അഭിനയിക്കുമ്പോൾ സീൻസൊക്കെ കിട്ടുമ്പോൾ എനിക്കിങ്ങനെ അഭിനയിച്ചോളാൻ വയ്യ. അങ്ങനെ ഒരു അത്രയും കൊതിയാണ് അഭിനയിക്കാൻ. അതുകൊണ്ടാണ് ഓരോ റീൽസും ആക്ടിങ് റീൽസൊക്കെ എടുത്ത് ചെയ്യുന്നത്. അതായത് ശോഭന മാമിൻ്റെ ഒക്കെ റീക്രിയേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനാണ് ഇപ്പോൾ ആ ക്യാരക്ടർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും, മഞ്ജു വാര്യറിൻ്റെ ഒക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് ആക്ട് ചെയ്യാൻ. സോ ഐ തിങ്ക് ആക്ടിങ് എനിക്ക് ഭയങ്കര പാഷനാണ്. ഡാൻസ് ഞരമ്പിൻ്റെ കൂടെ ഓടുന്നു. ഓക്കെ, ഫേവറേറ്റ് പേഴ്സൺ ഇൻ ഡാൻസിങ് സ്റ്റാർസ്? ഡാൻസിങ് സ്റ്റാർസിൽ എല്ലാവരും ഒരു ഫാമിലി പോലെ, എല്ലാവരോടും ഞാൻ ഒരേപോലെ ആയിരുന്നു. എല്ലാവരും കമ്പനിയായിരുന്നു. എനിക്ക് ഡാൻസിങ് സ്റ്റാർസ് ഷോ ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോയോ ക്ലാഷോ അങ്ങനെ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടി ഇവർക്ക് കൂടുതൽ മാർക്ക്, അങ്ങനെ ഒരു സംഭവം ഫുൾ ഷോയിൽ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും അവരുടേതായിട്ടുള്ള പൊസിഷൻസിൽ ഓൾറെഡി കഴിവ് തെളിയിച്ച വ്യക്തികളാണ് വന്നത്. സോ ആരുടെയും കഴിവിൽ അസൂയപ്പെടാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ ആൾക്കാരാണ് ഡാൻസിങ് ക്ലാസ്. സോ എല്ലാവരും ഒരു ഫാമിലി പോലെ. പിന്നെ ഞാൻ 24 മണിക്കൂറും വിഷ്ണു ചേട്ടൻ്റെ കൂടെയാണ്. ഈവൻ രാവിലെ തൊട്ട് പ്രാക്ടീസ് തുടങ്ങും, വൈകിട്ട് ഞങ്ങൾ പ്രാക്ടീസിന് വീട്ടിൽ പോകും. പിന്നെ അടുത്ത ദിവസം എറണാകുളത്ത് പോകും ഷൂട്ടിന് പോകും. അങ്ങനെ അവിടെ ചെന്നാലും വിഷ്ണു ചേട്ടൻ്റെ കൂടെ തന്നെയാണ് പ്രാക്ടീസ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊന്നും മിങ്കിൾ ചെയ്യാൻ സമയമില്ല. നമുക്ക് ആകെ മിങ്കിൾ ചെയ്യാൻ സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ സ്റ്റേജിൻ്റെ സൈഡിൽ ഷൂട്ടിനിരിക്കുമ്പോഴാണ് നമ്മൾ ആകെ സംസാരിക്കുന്നതും അലമ്പുന്നതും എല്ലാം. ഷൂട്ടിന് 2 ദിവസം കൂടിപ്പോയി അത്ര ഉണ്ടാവും. സോ വിഷ്ണു ചേട്ടൻ തന്നെയാണ് ഡാൻസിങ് സ്റ്റാർസിലെ ഏറ്റവും കമ്പനി.
പിന്നെ ഏത് കൺമഷിയാണ് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് യുവർ ഐസ് ആർ വെരി അട്രാക്റ്റീവ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഏത് കൺമഷിയാണെന്നോ ഇപ്പം ഞാൻ അത്ര കിട്ടിയിട്ടില്ല കേട്ടോ. നൈക്കിനാണ് ഇപ്പോൾ ഞാൻ കണ്ണിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഐക്കോണിക് ഇടും, നൈക്ക ഇടും, ഹിമാലയ ഇടും. എനിക്ക് കൺമഷി നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഒരുമാതിരി ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും. കൺമഷി ഇടുമ്പോൾ തന്നെ ഒരു വൃത്തി വരും എന്നെ കാണാൻ. മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിൽ കൊച്ചിലേ മുതലുള്ള ശീലമാണ്, കണ്ണെഴുതിയിട്ട് പോവുള്ളൂ എവിടെ. പക്ഷെ ഒട്ടുമിക്കർക്ക് ലിപ്സ്റ്റിക് ഇടാതെ പോകരുത് അങ്ങനെയല്ല. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ കണ്ണെഴുതുന്നത് നിർബന്ധം. നെക്സ്റ്റ്, ഇഫ് യു ആർ ഇൻ എ ബാഡ് മൂഡ് ക്യാൻ ഡാൻസിങ് ഹെൽപ്പ് യു ഓവർകം ദാറ്റ്? ഞാനിപ്പം റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ചുമ്മാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. പണ്ട് തൊട്ടുള്ള ശീലമാണ്. ബസ് സ്റ്റാൻഡിൽ ചുമ്മാ നിൽക്കില്ല, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അതെല്ലാ ഡാൻസേഴ്സിൻ്റെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. പക്ഷേ ബാഡ് മൂഡിന് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പാട്ട് പാടി, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ പാട്ട് പാടി ഡാൻസ് കളിച്ചിങ്ങനെ ആ വിഷമം തീർക്കും. പക്ഷെ ഉള്ളിൽ നിന്ന് ആ വിഷമം കംപ്ലീറ്റ്ലി പോകില്ല, അതെനിക്ക് പറഞ്ഞ് എന്നെ തീർക്കണം. ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. ലൈക്ക് ബാഡ് മൂഡ് എങ്ങനെയാണ് ഞാൻ ഒരു മാക്സിമം കൂടിപ്പോയി ഒരു 10 മിനിറ്റ് അങ്ങനെ അത് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആരോടെങ്കിലും ഉള്ള ദേഷ്യം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് അയാളോട് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, എനിക്ക് പറഞ്ഞു തീർക്കണം. പറഞ്ഞു തീർക്കുമ്പോൾ തന്നെ എനിക്ക് അപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനം ആവുന്നത്. ലൈക്ക് മനസ്സിൽ വെച്ച് പിന്നെ അയാളോട് പെരുമാറുമ്പോഴാണെന്ന് തോന്നുന്നു കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുന്നത്. സോ പറയാനുള്ളത് അപ്പം തന്നെ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ എന്തൊരു സമാധാനമാണെന്ന് അറിയും. പക്ഷേ ഈ ഡാൻസ് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും. ഡാൻസ് മാത്രമല്ല, പാട്ട് കേട്ടാലും മതി. എനിക്കിങ്ങനെ വണ്ടിയിൽ ഭ്രാന്തടിച്ച് പോകണം, പാട്ടിട്ടിട്ട് ഇഷ്ടമുള്ള പാട്ടിടുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ വിഷ്വലൈസിങ് ആണ് ഡാൻസ് ഞാൻ കളിക്കുന്നത്. സോ എനിക്ക് പാട്ടിട്ടാലും മതി, പാട്ട് കേട്ട് ഇങ്ങനെ സ്റ്റെപ്സ് ഇങ്ങനെ കരുതുന്നുകൊണ്ട് പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു പരിധി വരെ ഡാൻസിങ് എനിക്ക് ബാഡ് മൂഡിനെ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡാൻസാണ് എല്ലാം എനിക്ക്. സോ ഇതൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. സോ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളി ഇരുന്ന് കാണണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ കൂടുതൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എനിവേ, ഞാനിപ്പോൾ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഇനി കണ്ടിന്യൂസ് യൂട്യൂബ് വീഡിയോസ് ഇടാവുന്നതാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, അപ്പോൾ വരുമല്ലോ നോട്ടിഫിക്കേഷൻ അല്ലേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഡാൻസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇനിയും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, യൂട്യൂബിലും. So, thank you so much. Love you all. Bye.